ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജിഷ മുഹമ്മദ്. എൻ്റെ ട്രെയിനിങ് ലൈഫിൽ നിത്യേന ഞാൻ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനാണ്, കുട്ടികളിൽ നമുക്ക് എങ്ങനെ വായനാശീലം വളർത്തിയെടുക്കാം അല്ലെങ്കിൽ വായനയോടുള്ള ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കാം എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പേരൻസിന് എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഒരു കുട്ടി ചെറുപ്രായം മുതൽ എന്ത് ശീലിക്കുന്നു അത് ആ കുട്ടി വലുതായി കഴിഞ്ഞാലും അതൊന്നിലത് പ്രവർത്തിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കും എന്നുള്ള കാര്യം 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കുട്ടി നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ഹിയറിംഗ് കപ്പാസിറ്റി തുടങ്ങുന്നത് ഒരു 3-ാം മാസം മുതലാണ്. ആ പ്രായം മുതൽ തന്നെ കുട്ടിയുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് കുട്ടിക്ക് വായിച്ചു തുടങ്ങുക. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒന്നിൽ മാതാവിന് വായിക്കാം അല്ലെങ്കിൽ പിതാവിന് വായിക്കാം. വായിക്കുന്ന ടൈമിൽ ഉറക്കെ വായിക്കുക, എന്നാലാണ് ഈ കുട്ടി അതിനോട് കേൾക്കുകയുള്ളൂ. അപ്പം ആ ടൈം മുതൽ കുട്ടി ഇത് കേട്ട് ശീലമായി കഴിഞ്ഞാൽ കുട്ടിക്ക് വായന എന്താണ് എന്നുള്ളൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ബർത്തിന് മുന്നേ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇനി കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, കുട്ടി മാതൃകയാക്കുക അല്ലെങ്കിൽ കുട്ടി കണ്ടു വളരുന്നത് നമ്മൾ പേരൻസിനെയാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് കുട്ടിയുടെ മുന്നിൽ നമ്മൾ വായിക്കുന്നവരാണെന്നും നമ്മൾ വായനയെ സ്നേഹിക്കുന്നവരാണെന്നും ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിന് നമ്മൾ വേണ്ടത് നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങുക. അപ്പം കുട്ടി വയറ്റിലായപ്പോഴേ നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ശീലം കുട്ടിയുടെ മുന്നിൽ വെച്ചും നമ്മൾ ചെയ്യുക. കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബിസിയാവും, പക്ഷേ ആ തിരക്കിനിടയിൽ വെറും 5-10 മിനിറ്റോ നമ്മൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടി ഇത് കണ്ടാണ് വളരുന്നത്. ഒബ്വിയസ്ലി കുട്ടിയും ഒരു ബുക്കെടുത്ത് വായിക്കാൻ ആഗ്രഹിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിക്കാനിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ നമ്മൾ വായിക്കുകയാണ് എന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ച് വലുതായി കഴിഞ്ഞാൽ കുട്ടി കുറച്ച് വളരുന്നതനുസരിച്ച് കുട്ടീനോട് പറയാം, ഉമ്മി ഒരു 10 മിനിറ്റ് വായിക്കാൻ പോവാണ്, ഉമ്മിനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ തുടക്കത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഉമ്മി വായിക്കാനിരിക്കുകയാണെന്നും ആ ടൈം ഉമ്മിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നും കുട്ടി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നും അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നും കുട്ടിയുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അത്തരത്തിൽ കുട്ടി ചിന്തിക്കണമെങ്കിൽ അതിനൊരു ചെറിയ പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ 10 മിനിറ്റ് വായിച്ചതിന് ശേഷം ബുക്ക് മടക്കി വെച്ച് വീണ്ടും കുട്ടിയുടെ കൂടെ വന്ന് കളിക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് സന്തോഷമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടിയുടെ കൂടെ ചെയ്യുക. അപ്പം ആ ഒരു അഷ്വറൻസ് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും എന്ത്, നമ്മൾ ഈ ഒരു 10 മിനിറ്റ് ടൈം ഉമ്മക്ക് അല്ലെങ്കിൽ ഉപ്പക്ക് ഡിസ്റ്റർബ് ചെയ്യാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം തിരിച്ചു വരുമെന്നും വായിക്കാനെടുത്ത ഈ 10 മിനിറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ആയിരുന്നു അതെന്നും കുട്ടിക്ക് മനസ്സിലാവും. പിന്നെ ഗ്രാജുവലി കുട്ടി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയ അവസരങ്ങൾ അവൻ തരും. അവൻ ഇങ്ങോട്ട് ചോദിക്കും, ഇന്ന് ഉമ്മി വായിക്കുന്നില്ലേ എന്നവൻ ഇങ്ങോട്ട് ചോദിക്കുന്ന ദിവസങ്ങൾ വരെ ഉണ്ടാവും. അപ്പം അതാണ് ഫസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, നമുക്ക് അവർക്ക് കുറച്ച് മെറ്റീരിയൽസ് കൊടുക്കുക എന്നുള്ളതാണ്. മക്കൾക്ക് കുറച്ച് മെറ്റീരിയൽസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഏജ് വൈസ് കൊടുക്കാനുള്ള മെറ്റീരിയൽസ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കുറച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതെന്ന് പറഞ്ഞാൽ പേപ്പർ കൊണ്ടുണ്ടാക്കിയതല്ല, പക്ഷേ ഒരു പ്ലാസ്റ്റിക് വല്ല ഒരു സിലിക്കോൺ ടൈപ്പ് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു മെറ്റീരിയലാണ് ഈ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് ഇല്ലാണ്ട് പിക്ചേഴ്സ് മാത്രമായിരിക്കും ഈ ബുക്കിൽ വരിക. കണ്ടില്ലേ, ഇതിൽ റാബിറ്റ് ആൻഡ് ദ ടോർട്ടോയ്സ് എന്നുള്ള സ്റ്റോറി ജസ്റ്റ് പിക്ചേഴ്സ് മാത്രം കൊണ്ട്, ഇത് ജസ്റ്റ് ഒരു കേട്ടോ ഈ ഒരു ബീപ്പൊക്കെ ആയിട്ട് വരുന്ന ഒരു ബുക്കാണ്. അപ്പം ഇത് ജസ്റ്റ് പിക്ചേഴ്സ് മാത്രം കൊണ്ട്, ഇത് നനഞ്ഞാലും കീറില്ല, വലിച്ചാലും ഇതൊന്നും ആവാത്തൊരു ബുക്കാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വളരെ ചെറുതിൽ, അതായത് ജസ്റ്റ് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടി ഇൻ കേസ് ഇത് വായിൽ വെച്ച് കഴിഞ്ഞാലും കണ്ടില്ലേ, പക്ഷെ അത്രത്തോളം നമ്മളിത് കെയർഫുൾ ആയിരിക്കണം. ബോയിൽ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചൂടുവെള്ളത്തിലിട്ടൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഇത് സേഫ് ആക്കി കഴിഞ്ഞാൽ കുട്ടിയിൽ ഇത് വായിലിട്ടാലും പ്രശ്നം വരില്ല. ഇത് ബാത്ത് ബുക്കായിട്ടാണ് ഇത് ഞാൻ കണ്ടിരുന്നത്. അപ്പം കുളിക്കുന്ന സമയത്ത് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കുളിക്കുന്ന സമയത്ത് കുറച്ചൊരു ഫൺ ആക്ടിവിറ്റി പോലെ ജസ്റ്റ് ഇത് വായിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ബുക്കിനോടൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ബുക്കാണ് ഈ ബുക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് ബുക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ബോർഡ് ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബോർഡ് ബുക്ക്. ഇത് പല രീതിയിലും അവൈലബിൾ ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ,
ബോർഡാണ്, കാർഡ് ബോർഡ് യൂസ് ചെയ്തിട്ട് കണ്ടില്ലേ ഉണ്ടാക്കിയൊരു ബുക്കാണ് ഇത്. അപ്പം ഇത് പല വേർഷൻസ് അവൈലബിൾ ആണ്. ഇതിപ്പം ആൽഫബറ്റ്സിൻ്റെ ഒരു ബുക്കാണ്. ഇത് വല്ലാണ്ട് ഓവറായിട്ട് വെള്ളം നനയ്ക്കാനൊന്നും പറ്റില്ല. അപ്പം ഓവറായിട്ട് വെള്ളം നനച്ചാൽ ഇതുപോലെ ആവും. പക്ഷേ എന്നാലും നമുക്ക് ഒരു പരിധി വരെ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബുക്കാണ് ഈ ബുക്ക്. കണ്ടില്ലേ, ഇത് പല ടോപ്പിക്സിലും അവൈലബിൾ ആണ്. വെഹിക്കിൾസ്, ഫ്രൂട്ട്സ്, റൈമിംഗ് പെയർസ്, ബേർഡ്സ്, ഷേപ്സ്, നമ്പേഴ്സ്, വെജിറ്റബിൾസ്, വൈൽഡ് ആനിമൽസ് എന്നൊക്കെ പോലെ പല ടോപ്പിക്സിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെ ചെറിയ ബുക്സ് ആകുമ്പോൾ കുട്ടിക്ക് കയ്യിൽ പിടിക്കാനും സുഖമായിരിക്കും. അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് കയ്യിലെടുക്കാനും സുഖമായിരിക്കും. ഇതവർ വായിക്കില്ല, പക്ഷേ പിക്ചേഴ്സ് കണ്ടിട്ട് എന്താണെന്ന് അവർ മനസ്സിലാക്കും. അപ്പം പിക്ചേഴ്സ് കണ്ട് മനസ്സിലാക്കുമ്പോൾ കുട്ടി എന്താണ്, അപ്പം ഇതെന്ന് പറഞ്ഞാൽ വായനയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയത് കുട്ടിയുടെ വൊക്കാബുലറി നല്ലതുപോലെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോർമലി മദർ ടങ് കുട്ടി ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. അപ്പം ആദ്യം നമ്മൾ മലയാളം പഠിപ്പിക്കും. മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ കുട്ടീനോട് മലയാളം സംസാരിക്കുക. തുടക്കം മുതലേ കുട്ടിയെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ ഇഷ്ടം എന്ന് വിചാരിച്ച് ചെറിയ മക്കളോട് പോയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കരുത്. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. നമ്മൾ വീട്ടിൽ നല്ലപോലെ മലയാളം സംസാരിക്കുക. ആദ്യം കുട്ടി മലയാളത്തിൽ കൺവീനിയൻ്റ് ആണ്. പക്ഷേ നമുക്ക് ചെയ്യാവുന്നത് ഇത്തരത്തിലുള്ള വേർഡ്സ്, ഇതിപ്പം ഇംഗ്ലീഷ് ബുക്സാണ്, ഇത് തന്നെ മലയാളം ബുക്സും അവൈലബിൾ ആണ്. പക്ഷേ മലയാളം നമ്മൾ ഓൾറെഡി മദർ ടങ് ആയതുകൊണ്ട് പഠിച്ചു പോകുന്നുണ്ട്. ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ബുക്സ് വൊക്കാബുലറി കൂട്ടാനും വായനാശീലം കൂട്ടാനും നല്ലതാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ബേബി ആനിമൽസ്. ഇതും ബോർഡ് ബുക്കാണ്. ഇതിൻ്റെ കവറും ഭയങ്കര തിക്കായിട്ടൊരു കവറാണ്. ഇതും ബോർഡ് ബുക്കാണ്. അപ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബേബീസിനോടും അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളോട് ക്യൂട്ടായിട്ടുള്ള തിങ്സിനോട് വളരെ താല്പര്യം ഉണ്ടാവും. അതിന് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ചെറിയ ഐറ്റംസിനോട് കുറച്ചൊരു താല്പര്യം ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ആനിമൽസ് ആണ്. അപ്പോൾ അവർ ഇതുവരെയും വൈൽഡ് ആനിമൽസ് എന്നുള്ള ഇങ്ങനത്തെ വൈൽഡ് ആനിമൽസ് എന്നുള്ള ബുക്കിൽ പഠിച്ചത് അവരതിൻ്റെ മിനിയേച്ചർ വേർഷൻസിനെ കാണുകയാണ്. അപ്പം ബേബി ആനിമൽസ്, അപ്പം ഓരോ ബേബിക്കും ഓരോ നെയിമാണ് പറയുക. ഫോർ എക്സാമ്പിൾ ലയണിന് കബ്ബാണെന്നും അങ്ങനെ ഓരോ ആനിമൽസിനും ഓരോ പേരാണ് പറയുക. ഡക്കിൻ്റെ ബേബി ഡക്ലിംഗ് ആണെന്നും. അപ്പം ഇത്തരത്തിൽ ഈ ഒരു ബുക്ക് എന്ന് പറയുമ്പം കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ആവും ബുക്ക് വായിക്കാനും അല്ലെങ്കിൽ ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആവും. അത് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ബുക്കാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അഗ്ലി ഡക്ലിംഗ് ആണ്. ഞാൻ സ്റ്റോറീസ് ഞാൻ ഇത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ജസ്റ്റ് ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ള കളക്ഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇത് അഗ്ലി ഡക്ലിംഗ് എന്നുള്ളൊരു ബുക്കാണ്. അപ്പം ഈ ബുക്ക് വരുന്നത് തന്നെ കണ്ടില്ലേ ഒരു ഡക്ലിംഗ് ഷേപ്പിലാണ് വരുന്നത്. അപ്പം ഇതിൽ വേർഡ്സ് കുറവ്, പക്ഷെ പിക്ചേഴ്സ് നല്ല കൂടുതലായിരിക്കും. അങ്ങനെയാണ് ഇവർ സ്റ്റോറി കൺവേ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് നമുക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ കുട്ടീനെ കൂടെ ഇരുത്തിയിട്ട് ഇതൊരു ഇരിക്കുന്ന പ്രായമായതിന് ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ബുക്കാണ്. അപ്പോൾ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് പിക്ചേഴ്സൊക്കെ ഒന്ന് കാണാൻ പഠിച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ബുക്കാണിത്. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വായിക്കാൻ പഠിക്കില്ല, പക്ഷേ ഈ പിക്ചേഴ്സിനോട് കുട്ടി റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കും. അപ്പോൾ നമ്മൾ വായിച്ചു കൊടുക്കുന്നവർ അത് ശ്രദ്ധിച്ച് വേണം വായിച്ചു കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ ഡക്ക് കരയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കരഞ്ഞു കാണിച്ചു കൊടുക്കുക. ഇവിടെ ഡക്ലിങ്സ് ചിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചിരിച്ച് തന്നെ കാണിച്ചു കൊടുക്കുക. അപ്പം ഇതുകൊണ്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മകളിൽ ഇപ്പോൾ ഒരു 3-4 months ഞാൻ ഈ ഒരു ബുക്ക് അവൾക്ക് ഞാൻ ഡെയിലി വായിച്ചു കൊടുക്കുമായിരുന്നു. രാത്രി കുറച്ച് സമയം നമ്മുടെ ഈ റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഞാനും അവളും കൂടി ഈ ബുക്കായിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഒരു ചേഞ്ച് എനിക്ക് അവൾ കാണാൻ കഴിഞ്ഞത് ഒരു 3-4 months ശേഷം ഞാനൊരു ദിവസം നോക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് അവൾ സ്വന്തമായിട്ട് ഈ ബുക്ക് എടുത്തിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ ഭാഷയിൽ അവൾ എന്തൊക്കെയോ വായിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, കരഞ്ഞ പിക്ചർ കാണുമ്പോൾ അവൾ കരയുന്നുണ്ട്, ചിരിക്കുന്ന പിക്ചർ കാണുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു റെസ്പോൺസ് അവളിൽ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ കണ്ടു തുടങ്ങി. അപ്പം അതെന്ന് പറയുമ്പോൾ കുട്ടിക്ക് കുട്ടി കാണുന്ന ഇമേജിനോട് കുട്ടി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കുട്ടിയുടെ ഭാഷയിൽ കുട്ടി വായിക്കാൻ തുടങ്ങി.
ബുക്കുണ്ട്. താങ്ക് യു. അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഇതേപോലെ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ ഇങ്ങനത്തെ ബുക്സ് എടുത്തിട്ട് നമ്മളുടെ കൂടെ വന്നിരുന്ന് അവരും അവരുടെ ഭാഷയിൽ വായിക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്കും 2 വയസ്സായ ഒരു കുട്ടിക്ക് വായിക്കാൻ കൊടുക്കാൻ പറ്റിയൊരു ബുക്കാണ്. കണ്ടില്ലേ, ഇത് രാത്രി, ഇത് പക്ഷേ പേജസ് എങ്ങനെ മറിക്കാമെന്നും ഒരു പേപ്പർ ബുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഒരു ബുക്ക് വാങ്ങിയാൽ മതിയാവും. കണ്ടില്ലേ, അപ്പം ഇതെന്ന് പറയുമ്പോൾ പിക്ചേഴ്സ് കൂടുതലും പിന്നെ സ്റ്റോറീസ് കുറവായിരിക്കും. അത് ഗുഡ് നൈറ്റ് സ്റ്റോറീസ് ആണ്. ഗുഡ് നൈറ്റ് സ്റ്റോറീസ് ഫോർ 2 year old ആണ്. ഇത് തന്നെ പല ഏജിനും അവൈലബിൾ ആണ്. 3 year old, 4 year old, എല്ലാ ഏജസും ഇത് അവൈലബിൾ ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ കൂടെ മാത്രമേ വായിക്കാൻ, അല്ലെങ്കിൽ പേപ്പറൊക്കെ വലിച്ച് കീറിക്കളയും. അപ്പോൾ നമ്മളെ കൂടെ ഇരുന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് സമയം ഇങ്ങനത്തെ ബുക്സ് സ്പെൻഡ് ചെയ്യുക. അത് ജസ്റ്റ് നമുക്ക് പേജ് എങ്ങനെ മറിക്കാമെന്നും എങ്ങനെ സ്റ്റോറി ബുക്സ് യൂസ് ചെയ്യാമെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബുക്സ്. അപ്പം ഈ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി കുട്ടി കിടന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള കുറച്ച് സമയം നമ്മൾ എന്താണോ കുട്ടിയുടെ തലയിൽ കൊടുക്കുന്നത് അത് കുട്ടിക്ക് ഇമാജിനേഷൻ പവർ, അല്ലെങ്കിൽ ഫാൻറ്റസിനോടുള്ള താല്പര്യം കൂട്ടിയും ഇമാജിനേഷൻ പവർ, ക്രിയേറ്റിവിറ്റിയൊക്കെ നല്ലതുപോലെ കൂട്ടാൻ സഹായിക്കും. ഇത് തന്നെ നമുക്കിപ്പം പല സ്റ്റോറീസ് പറയാം. ഇതിപ്പം ഫാൻസി സ്റ്റോറീസ്, അല്ലെങ്കിൽ ഫാൻറ്റസി സ്റ്റോറീസ്, അല്ലെങ്കിൽ റിലീജിയസ് സ്റ്റോറീസ് നമുക്ക് കുറച്ച് ഇമാജിനേറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാം. അങ്ങനത്തെ പല രീതിയിലും നമുക്കത് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയ സ്റ്റോറി ബുക്കാണ്. പുസ് ആൻഡ് ബൂട്ട്സ് എന്നുള്ള സ്റ്റോറി ഇങ്ങനെ ഒരു ചെറിയ ഫോർമാറ്റിൽ വന്നതാണ്. ഇതിലും പിക്ചേഴ്സ് ആയിരിക്കും കൂടുതൽ, എന്നാലും നമുക്ക് വായിക്കാൻ പാകത്തിനുള്ള ഒരു ഇത് അതിലുണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാറിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അവർ ചെറിയ ബാഗ്സൊക്കെ അവർ ക്യാരി ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബാഗിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാറിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വെറുതെ ഇരിക്കുമ്പോൾ പാർക്കിലിരിക്കുമ്പോൾ ഒക്കെ അവർ ജസ്റ്റ് ഈ ബുക്ക് എടുത്തൊന്ന് മറിച്ച് നോക്കുകയും ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കുകയും ആ പിക്ചേഴ്സ് എന്ത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുമെന്നോ ഒന്ന് മനസ്സിലാക്കുകയും അതിലൂടെ അവർ സ്റ്റോറി ഫ്രെയിം എടുക്കാനും ശ്രമിക്കും. അപ്പം ഇത്തരത്തിലൂടെ നമുക്ക് ഇതിപ്പോൾ നമുക്കായാലും ഇനിയിപ്പോൾ ബാഗിൽ വയ്ക്കാനാണെങ്കിൽ ഈസിയാണ്. അപ്പോൾ നമുക്കാണെങ്കിലും കാറിലൊക്കെ പോകുമ്പോൾ ബോറിങ് ടൈംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക, ജസ്റ്റ് ഒന്ന് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് വായിച്ചു കൊടുക്കുക. കാറിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ട്രാവലിങ്ങിൽ റീഡിങ് ഡ്യൂറിങ് ട്രാവലിംഗ് ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു ടൈം പാസ് പോലെ അവർക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള ബുക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബുക്സ്, ഇതും ബോർഡ് ബുക്സാണ്. ഞാൻ ഈ പറഞ്ഞത് തന്നെ പല സ്റ്റോറീസ് പല ബോർഡ് ബുക്സായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഞാനിങ്ങനെ വാങ്ങിക്കുന്നതാണ്. അപ്പം കണ്ടില്ലേ, അപ്പം ഇതിലും പിക്ചേഴ്സ് കൊണ്ട് തന്നെയാണ് അവർ സ്റ്റോറി ചെയ്യുന്നത്. അപ്പോൾ കുട്ടി ഈ പിക്ചർ സ്റ്റോറീസ് അല്ലെങ്കിൽ ഈ അമർ ചിത്രകഥ പോലുള്ള പിക്ചർ സ്റ്റോറി ബുക്സിനോടാണ് കുട്ടി ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ബുക്സ് നമ്മൾ ഇത് കുട്ടി വായിച്ചു തുടങ്ങിയില്ല, പക്ഷേ കുട്ടിക്ക് വായനയോടുള്ള താല്പര്യം കൂട്ടുകയും കുട്ടി അറ്റ്ലീസ്റ്റ് ബുക്കുമായിട്ട് കുറച്ച് സമയം ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ഒരു സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് അഡ്വാൻസ് ലെവലാണ്. ഇത് നമുക്ക് ഉടനെ തന്നെ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ നമ്മൾ കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് വായിച്ച് തുടങ്ങി പിന്നെ കുട്ടി വായിക്കാറാവുമ്പോൾ സ്വയമേ വായിക്കുന്ന ഒരു ബുക്കാണ്. ഇത് ഗുഡ് നൈറ്റ് സ്റ്റോറീസ് ഫ്രം ദ ഖുറാനാണ്. ഇത് ഖുറാനിലുള്ള സ്റ്റോറീസ്, ഇപ്പം ഇസ്ലാമിക് റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് ഖുറാനിലുള്ള സ്റ്റോറീസ്, ഇപ്പം ഞാൻ നിങ്ങൾക്കിത് വായിച്ചു തരാണെങ്കിൽ ഇതിൽ പല ടൈപ്പ് സ്റ്റോറീസ് ഉണ്ട്. കണ്ടില്ലേ, ഹൗ അള്ളാഹ് ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ്, ദ ജനറൽ ബ്രദർ, സ്റ്റോറി ഓഫ് ദ പ്രൊഫറ്റ് നൂഹ്, ദ ആർക്ക് ആൻഡ് ദ ഗ്രേറ്റ് ഫ്ലഡ്, സിറ്റി ഓഫ് ദ മെനി കോളംസ്, ക്യാമൽ ഓഫ് ദ പ്രൊഫറ്റ് സാലിഹ്, അങ്ങനത്തെ ഒരുപാട്, പ്രൊഫറ്റ് മൂസ മീറ്റ്സ് ദ വൈസ് മാൻ, അങ്ങനത്തെ ഒരുപാട് ഇസ്ലാമിക് സ്റ്റോറീസ് ഉള്ള ബുക്കാണിത്. ഇതിൻ്റെ തന്നെ ഗുഡ് നൈറ്റ് സ്റ്റോറീസ് ഫ്രം ബൈബിൾ ഉണ്ട്, പഞ്ചതന്ത്ര ടേൽസ് ഉണ്ട്, അക്ബർ ബൈബിൾ സ്റ്റോറീസ് ഉണ്ട്, എല്ലാ റിലീജിയസ് ആയിട്ടുള്ള ബുക്കും വേണം. അപ്പം ഈ സ്റ്റോറീസ് വായിക്കാൻ കുട്ടിക്ക് റിലീജിയൻ ഒരിക്കലും ഒരു പ്രശ്നമാവില്ല. എല്ലാ റിലീജിയനിലുള്ള സ്റ്റോറീസും കുട്ടിക്ക് വായിക്കാൻ ബുക്സ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം സ്റ്റോറീസ് വായിക്കുന്നതുകൊണ്ട് ഒരിക്കലും കുട്ടിക്ക് ദോഷം വരില്ല, കാരണം എല്ലാ കൾച്ചറും പഠിക്കണം, എല്ലാ റിലീജിയനും ഒക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്സുകളെല്ലാം നമുക്ക് ഗുഡ് നൈറ്റ് സ്റ്റോറി ബുക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഗേൾസിന് പറ്റിയൊരു ബുക്കാണ്. ഇതും ഗുഡ് നൈറ്റ് സ്റ്റോറീസ് ആണ്. കണ്ടില്ലേ, ഗുഡ് നൈറ്റ് സ്റ്റോറീസ് ഫോർ റിബൽ ഗേൾസ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയറി ടേൽസിന് പകരം ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡീസിൻ്റെ
ബയോഗ്രഫിയാണ് ചെറിയ പേജസിൽ. ഫോർ എക്സാമ്പിൾ അലക് വൈക്ക് എന്നുള്ള ഒരു സ്ത്രീയുടെ ഒരു ചെറിയൊരു ബയോഗ്രഫി, സക്സസ്ഫുൾ ആയിട്ടുള്ള വിമൻ്റെ. ഇപ്പം വേറൊരു പേജ് എടുക്കുകയാണെങ്കിൽ ഖോറ ഖർലീന എന്നുള്ളൊരു സ്ത്രീയുടെ സ്റ്റോറി, മേരി ആനിങ്, മോഡ് സ്വാൻസ്, മായ ഗബീറ, അങ്ങനത്തെ എല്ലാം ഒരുവിധം സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡീസിൻ്റെ സ്റ്റോറീസാണ് ഇതിൽ കമ്പൈൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മുടെ മലാല യൂസഫ്സായി വരെ ഇതിലുണ്ട്. അപ്പോൾ അത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പം റിലീസായിട്ടുണ്ട്, ഗുഡ് നൈറ്റ് സ്റ്റോറീസ് ഫോർ റിബൽ ഗേൾസ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയതുകൊണ്ട് കുട്ടിക്ക് ലൈഫിലൊരു ഇതിടാൻ തോന്നുകയും അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനി ഉണ്ടാവണം, അല്ലെങ്കിൽ ലൈഫിലൊരു എയിം വേണം, ലക്ഷ്യം വേണം എന്നുള്ള തീരുമാനം ഒരു ഇൻസ്പയറിംഗ് മൂഡിലായിരിക്കും കുട്ടി ഉറങ്ങുക. അപ്പം ഇത് അത്തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബുക്കാണ്. അപ്പം ഇതൊക്കെ വായിക്കാറാവുമ്പോൾ കുട്ടി വായിക്കും. പക്ഷേ ബോർഡ് ബുക്സ് ഇത് ബോർഡ് ബുക്കല്ല, നോർമൽ പേപ്പറായിട്ടുള്ള ഹാർഡ് കവർ ബുക്കാണ്. അപ്പം ബോർഡ് ബുക്സിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതേപോലത്തുള്ള ബുക്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് വായനയോടുള്ള താല്പര്യം കൂടും. അത്തരത്തിൽ അവർ വായിക്കാനിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വായിക്കാനിരിക്കുമ്പോൾ അവർ കൂടെ വന്നിരുന്ന് വായിക്കാൻ ശ്രമിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പേരൻസിന് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കുട്ടിക്ക് ഇഷ്ടമുള്ള ഏരിയാസ്, ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ്, ഈ കുട്ടിക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഏത് ഏരിയയിലാണോ ഇൻട്രസ്റ്റ് ആ ഏരിയയിൽ അവർ വായിച്ചോട്ടെ. ഇപ്പം ഓൺലൈൻ റീഡിംഗ് ആണ് ഇപ്പം ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു റീഡിംഗ് ഹാബിറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ മോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു റീഡിംഗ് മെത്തേഡും ഓൺലൈൻ റീഡിംഗ് ആണ്. കിൻഡിൽ പോലുള്ള ആപ്സ് അല്ലെങ്കിൽ സൈറ്റ്സൊക്കെ ബുക്സ് വായിക്കാൻ. ഇനി അതല്ല മാഗസിൻസൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കുട്ടികൾ മാഗസിൻസ് വായിച്ചോട്ടെ, കുഴപ്പമില്ല. ഇനി ഓൺലൈൻ റീഡിംഗ് ആണെങ്കിൽ ബ്ലോഗുകൾ കയറി വായിക്കാം. ഇപ്പം സയൻസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ, നേച്ചർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ, ഫുഡ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആ രീതിയിൽ വായിക്കാം. അതല്ല ട്രാവൽ, ട്രിപ്സ്, പിക്നിക്സ് അതൊക്കെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ, പ്ലേസസ്, ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വായിക്കാൻ കൊടുക്കുക. അപ്പം കുട്ടികൾക്ക് വായനയോടൊരു മടുപ്പം തോന്നില്ല, കുട്ടിക്ക് വായിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ PC അല്ലെങ്കിൽ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഏരിയ അത് ചെറുപ്പം മുതലേ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. എന്നാലേ കുട്ടിക്ക് ഒരു ഏരിയയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ചെറുപ്പം മുതലേ കുട്ടി മൊബൈൽ ഗെയിംസിനോട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഗെയിംസിനോടാണ് കുട്ടിക്ക് പരിചയമെങ്കിൽ കുട്ടിക്ക് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറീസ് അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ അറിയാനായിരിക്കും കുട്ടിക്ക് താല്പര്യം. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഓരോ ചെറിയ ചെറിയ വഴികളിലൂടെ തന്നെ നമുക്ക് വായനാശീലം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അപ്പം കുട്ടിയെ ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് വായിപ്പിക്കരുത്. അവരുടേതായ രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് അവർ സ്വന്തമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് വേണം ഫസ്റ്റ് തന്നെ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് കുറച്ച് ലെങ്തി ആയിപ്പോയി, കാരണം ഇത് കുറച്ച് എക്സ്പ്ലനേഷൻ വേണ്ടിയ വീഡിയോ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിപ്പോയത്. എനിവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ബൈ.